ഇനി പരീക്ഷാ ചൂടിൻ്റെ കാലമാണ്. കുട്ടികളാണെങ്കിലും മാതാപിതാക്കൾക്കാണെങ്കിലും ഒരുപോലെ ടെൻഷൻ നിറഞ്ഞ സമയം. പരീക്ഷയ്ക്ക് എങ്ങനെ നന്നായി തയ്യാറെടുക്കാം, പരീക്ഷാ സ്ട്രെസ് എങ്ങനെ ഒഴിവാക്കാം, ഈ വിഷയങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വനിതയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് വളരെ വിശദമായി സംസാരിക്കുന്നു സൈക്കോളജിസ്റ്റായ വിപിനെ നമുക്ക് വനിതയിലേക്ക് സ്വാഗതം ചെയ്യാം. വനിതയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഒരു പരീക്ഷാ ചൂടിൻ്റെ കാലമാണ് അല്ലേ? അപ്പം മാതാപിതാക്കളും കുട്ടികളൊക്കെ ഒരുപോലെ ടെൻഷനുള്ള കാര്യമായിരിക്കും. അപ്പം കുട്ടികൾക്കായിരിക്കും എന്തായാലും സ്വാഭാവികമായിട്ടും കൂടുതൽ ടെൻഷൻ. ഇപ്പം ലാസ്റ്റ് ഒരു ഒരുക്കം എന്ന നിലയിൽ എങ്ങനെയാണ് ഇനി ഒരു നല്ലൊരു തയ്യാറെടുപ്പ് നടത്തി പരീക്ഷ എങ്ങനെ നന്നായിട്ട് നമുക്ക് നേരിടാൻ പറ്റും? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട്സ് ആണ് ഈ അവസാനത്തെ ഒരുക്കം. പരീക്ഷയ്ക്ക് ചിലരൊക്കെ നേരത്തെ പഠിച്ചിട്ടുണ്ട്. 3 തരത്തിലുള്ള ആളുകളാണ് പരീക്ഷയിലേക്ക് ഒരുങ്ങുന്നത്. ഒന്ന്, എല്ലാം പഠിച്ചിട്ടുള്ള ആൾക്കാർ, അല്പം പോലും പഠിച്ചിട്ടില്ലാത്തവർ, ഇതിനിടയ്ക്ക് എന്തൊക്കെയോ പഠിച്ചിട്ടുള്ള ചില ആൾക്കാരും ഈ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നുണ്ട്. എല്ലാം പഠിച്ചിട്ടുള്ള ആൾക്കാരും ഒന്നും പഠിക്കാത്ത ആൾക്കാർക്കും പൊതുവെ ടെൻഷനും കുറവായിരിക്കാം. പക്ഷേ ഇവരെ ഈ 3 തരത്തിലുള്ള ആൾക്കാരാണെങ്കിൽ പോലും ഇനി വരുന്ന നമുക്ക് ദിവസങ്ങളിൽ 3 പ്രധാനപ്പെട്ട ആശയങ്ങൾ വെച്ചുകൊണ്ട് നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കിയാൽ എങ്ങനെ ഒരുങ്ങണം എന്ന് നോക്കുമ്പോൾ ചെയ്യേണ്ട ചില കാര്യങ്ങളിൽ ആദ്യമായിട്ട് എനിക്ക് എത്ര മാർക്ക് കിട്ടണം എന്നുള്ളൊരു പ്ലാൻ കുട്ടി ഒന്ന് റെഡിയാക്കി എടുക്കണം. സാധാരണ മത്സരം വരുമ്പോൾ നമ്മൾ ജയിക്കണോ തോക്കണോ അല്ലെങ്കിൽ ഗോൾ അടിക്കണോ എന്നൊക്കെ പറയുന്ന പോലത്തെ തന്നെ ഒരു കാൽക്കുലേഷൻ. ഇന്നലെ വരെ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് പ്രശ്നമല്ല. ഇനി വരാൻ പോകുന്നൊരു മോഡൽ എക്സാമിനേഷൻ ഉണ്ട്, അതിലും ഏകദേശം നമുക്കൊരു സാധ്യത അറിയാമായിരിക്കും. കുട്ടിയോട് നമ്മൾ ചോദിക്കണം, മോനെ നിനക്ക് എത്ര മാർക്ക് വേണം പരീക്ഷയ്ക്ക് എന്ന് നമ്മൾ ചോദിച്ചാൽ ചില കുട്ടികൾ പറയും നാണം കൊണ്ട് അതെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അതെനിക്ക് കിട്ടുമോയെന്നറിയില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചേക്കാം. പക്ഷെ ഇവിടെ നമ്മൾ എല്ലാ കുട്ടികളോടും കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടതും പേരൻസ് അറിഞ്ഞിരിക്കേണ്ടതും കുട്ടിക്ക് എത്ര മാർക്ക് വാങ്ങണം എന്നുള്ളതിനെക്കുറിച്ച് കുട്ടി കൃത്യമായിട്ട് അറിയുക. ഈ അറിഞ്ഞ കാര്യം ഒരു ഗോളായിട്ട് ഗോൾ സെറ്റ് ചെയ്യുന്ന പോലെ ഒരു ലക്ഷ്യമായിട്ട് ഒരു ബുക്കിലോ പേപ്പറിലോ എഴുതി അവൻ്റെ സ്റ്റഡി റൂമിൽ കൃത്യമായിട്ടുണ്ടാവുക. ഇത് പോയിന്റ് നമ്പർ 1. രണ്ടാമത്തെ ലെവലിൽ ഇവൻ്റെ നിലവിലുള്ള ഇവളുടെ എല്ലാ കുരുത്തക്കേടുകളും എല്ലാ ശൈലികളും ഒന്ന് ഉടച്ചു വാർക്കുക എന്ന് പറയുമ്പോൾ നമ്മുടേതായ ഓർഗനൈസ് ചെയ്യുക എന്ന് പറയും. നമ്മളെ തന്നെ ഓർഗനൈസ് യുവർ സെൽഫ് എന്നൊരു കോൺസെപ്റ്റിലേക്ക് വേണം എടുക്കാം. നമ്മൾക്ക് നിലവിൽ ഈ ലക്ഷ്യം നേടണമെങ്കിൽ എൻ്റെ ചുറ്റുപാടുകൾ എന്തൊക്കെ ഞാൻ ക്രമീകരിക്കണം. ചിലപ്പോൾ പഠനമുറി ഒന്നുകൂടി ഒന്ന് ക്രമീകരിക്കേണ്ടി വരും. നമ്മൾ ഇരിക്കുന്ന രീതി, പഠിക്കുന്ന രീതി, നമ്മളുടെ സംസാര രീതി, പെരുമാറ്റ രീതി, എല്ലാത്തിലും ഈ ലക്ഷ്യം നേടാനുള്ള രീതിയിലേക്കൊന്ന് മാറ്റേണ്ടി വരും. അപ്പോൾ ആകെ മൊത്തം ഇതിലേക്ക് അനുകൂലമായ രീതിയിലേക്ക് കാര്യങ്ങളെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്ക് ആ വ്യത്യാസങ്ങൾ വരുന്നു. അപ്പോൾ ഓർഗനൈസ് യുവർ സെൽഫ് എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ പോയിന്റ് പറയാം. മൂന്നാമത്തെ ഒരു കാര്യം, ഇനി 40 ദിവസം 45 ദിവസം വേണ്ട, ചിലപ്പോൾ ചില വിഷയങ്ങൾക്ക് 20 ദിവസം 28 ദിവസമൊക്കെ ഉണ്ടാവുള്ളായിരിക്കും. അവൈലബിൾ ആയ ടൈമിനെ കൃത്യമായിട്ടൊന്ന് മാനേജ് ചെയ്യുക. TV കാണുന്നു, അവർക്ക് തീർച്ചയായിട്ടും TV കാണുന്നതുകൊണ്ടാണ് നമുക്ക് ആ ഇൻഫർമേഷൻ കിട്ടുന്നത്, കുഴപ്പമില്ല. പക്ഷെ വേണ്ട ഇത്തരം ഗുണകരമായ പരിപാടികൾ മാത്രം കുറച്ച് ദിവസങ്ങളിലേക്ക് കാണുക. മറ്റ് ചാറ്റിങ്ങോ കമ്പ്യൂട്ടറോ മൊബൈലോ ഫ്രണ്ട്സോ ഉത്സവങ്ങളോ ആഘോഷങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും അതെല്ലാം ടൈം ഒന്ന് കളയുമെന്നതുകൊണ്ട് തന്നെ സമയം എങ്ങനെ വിനിയോഗിക്കണം എന്ന് കുട്ടി തീരുമാനിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഒരു മിഷൻ പോലെ എൻ്റെ ലക്ഷ്യങ്ങൾ മുഴുവനും ഈ വരുന്ന എക്സാമിന് ഞാൻ ഓൾറെഡി നമ്മൾ ലക്ഷ്യമിട്ടിട്ടുണ്ടല്ലോ, ലക്ഷ്യമിട്ട മാർക്ക് വാങ്ങാവുന്ന രീതിയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ എനിക്ക് എങ്ങനെ എന്നെ തന്നെ ഒന്ന് ക്രമീകരിക്കാം. ഈ ടൈം മാനേജ്മെൻറ്റോട് ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഒരു തലം പൂർണ്ണമായിട്ട് ക്ലിയർ ആകും എന്നുള്ള ഉറപ്പാണ്. അപ്പം ഇത്രയാണ് ആദ്യ പടി എന്നുള്ള നിലയിൽ. ഇപ്പം നമുക്കൊരു സബ്ജക്ട്സിലേക്ക് കടന്നാൽ നമ്മൾ എങ്ങനെയായിരിക്കണം ഓരോ സബ്ജക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ സമയം നീക്കി വെക്കേണ്ടത്? ഇതിൽ നമുക്ക് വരുമ്പോഴത്തേക്ക് ചില കുട്ടികൾ അങ്ങനെ തെറ്റിദ്ധരിക്കാറുണ്ട്. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം അവരിഷ്ടമായിട്ടങ്ങ് പഠിക്കും. അവർക്ക് ആ ടീച്ചറിന് ഇഷ്ടമായിരിക്കും, ആ വിഷയം മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കും. പക്ഷേ കുട്ടി അറിഞ്ഞിരിക്കേണ്ടതും മാതാപിതാക്കൾ അറിഞ്ഞിരിക്കേണ്ടതും എല്ലാ വിഷയങ്ങൾക്കും കിട്ടുന്ന മാർക്ക് ഒരുമിച്ച് ചേർക്കുമ്പോഴാണ് നമ്മുടെ ടോട്ടൽ മാർക്കാവുക. ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയവും ഏറ്റവും എളുപ്പമുള്ള വിഷയവും ഇടകലർത്തി സമയം ക്രമീകരിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ സമയം ക്രമീകരിക്കുന്നതിന് ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു ടൈം മാനേജ്മെൻറ്റ് പാർട്ടായിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉള്ള ആ സമയക്രമത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയം നമുക്ക് ഏറ്റവും പഠിക്കാൻ അനുകൂലമായൊരു മാനസികാവസ്ഥയുള്ള സമയത്തേക്ക് വെക്കുക. ഉദാഹരണത്തിന് ഇപ്പോൾ ചില വ്യക്തികൾക്ക് രാവിലെ ആയിരിക്കും സൗകര്യം, ചിലർക്ക് വൈകുന്നേര സമയങ്ങളായിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ ലേണിംഗ് നടക്കുന്നത്. നോർമൽ പ്രോസസ്സിൽ നമുക്ക് ഈ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് രാവിലെ 3 മണി മുതൽ 6 മണി വരെയൊക്കെയുള്ള സമയമൊക്കെയാണെന്ന് പറയുകയാണെങ്കിലും ആ സമയത്ത് എഴുന്നേറ്റ് ശീലമില്ലാത്ത കുട്ടി ബ്രഹ്മമുഹൂർത്തമാണെന്ന് വിചാരിച്ച് എഴുന്നേറ്റ് ഈ 3 മണിക്കൂർ ഇരുന്ന് ഉറങ്ങിപ്പോകുന്ന രീതി വരാതിരിക്കാൻ വേണ്ടി കുട്ടിക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയ സമയത്തേക്ക് വിഷയങ്ങൾ ഇടകലർത്തി വരുന്ന രീതിയിൽ ഒന്ന് ടൈം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. അങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്ത് പോകുന്ന രീതിയിൽ പഠനത്തെ ഒന്ന് ക്രമീകരിക്കുക നല്ലതാണ്. ഇനി ആ പഠനത്തിൽ തന്നെ നമ്മൾ വരുമ്പോൾ അതിൽ 3 ഘടകങ്ങൾ വരും. സ്വാഭാവികമായിട്ടും നമ്മളുടെ എഴുതി പഠിക്കുക, വായിച്ചു പഠിക്കുക,
അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു പഠിക്കുക എന്നുള്ള പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കണ്ടു പഠിക്കാം, കേട്ട് പഠിക്കാം, പറഞ്ഞു പഠിക്കാം, ഇതിൻ്റെ കൂടെ എഴുതിയും കൂടെ പഠിക്കാവുന്ന രീതി, ഈ 4 കാര്യങ്ങളുടെ മെത്തേഡോട് ഒരുമിച്ച് ചേർത്തിട്ട് ഈ വിഷമമുള്ള കഠിനമായ വിഷയങ്ങളും എളുപ്പമുള്ള വിഷയങ്ങളും ഒന്ന് ചേർത്ത് പഠിക്കാനും കൂടെ തുടങ്ങിക്കഴിഞ്ഞാൽ അതിലേക്ക് മനസ്സ് പൂർണ്ണമായിട്ടങ്ങ് ലയിച്ചോളും. നമ്മൾ ഈ സിനിമയൊക്കെ കണക്ട് ചെയ്യുവാണെങ്കിൽ മമ്മൂട്ടി അഭിനയിച്ച മേജർ രവി സംവിധാനം ചെയ്തൊരു സിനിമയുണ്ട്, മിഷൻ 90 ഡേയ്സ്. ഈ 90 ഡേയ്സിനകത്ത് ഒരു മിഷൻ പൂർത്തിയാക്കാനായിട്ട് ഓരോ ഊണും ഉറക്കവും എല്ലാം അതിനനുസരിച്ച് ക്രമീകരിക്കുകയാണ്. ഇവിടെ കുട്ടി അറിഞ്ഞിരിക്കേണ്ട ഊണ് കളയരുത്, ഉറക്കം കളയരുത്. അതിന് അനുയോജ്യമായ സമയത്ത് ഉറങ്ങുകയും ചെയ്യണം. അനുയോജ്യമായ സമയം എന്ന് പറയുമ്പോൾ 2 മണിക്കൂറും 3 മണിക്കൂറും മാത്രം ഉറങ്ങിയിട്ട് പഠിക്കാൻ നോക്കിയാൽ ബ്രെയിൻ വർക്ക് ചെയ്യില്ല. അനുയോജ്യമായ മിനിമം 6 മണിക്കൂറെങ്കിലും കുട്ടി ഉറങ്ങിയിരിക്കണം. 8 മണിക്കൂർ കൂടുതൽ ഉറങ്ങാനായിട്ട് നമുക്ക് പോവുകയും ചെയ്യരുത്. ആവറേജ് ഒരു 6-6.5 മണിക്കൂർ എങ്കിലും കുട്ടി ഉറങ്ങി ബ്രെയിനൊരു റെസ്റ്റ് കൊടുക്കുകയും ചെയ്യണം. പക്ഷേ സമയം ഒന്ന് ക്രമീകരിച്ചിട്ട് എനിക്ക് ഏത് വിഷയം ആണ് കൂടുതൽ ബുദ്ധിമുട്ടുള്ളത് അതിന് അല്പോടെ കൂടുതൽ സമയം കൊടുക്കുന്നു, മറ്റു വിഷയങ്ങൾക്ക് അല്പം സമയം കുറയ്ക്കുന്നു, എങ്കിലും ആവറേജ് വരുമ്പോഴത്തേക്കും ഒന്ന് ബാലൻസ് ചെയ്ത് വരുന്നു. ആ കുട്ടിക്ക് തീർച്ചയായിട്ടും വിഷയങ്ങളിലേക്ക് റീഫോക്കസ് ചെയ്ത് വരാനായിട്ട് സാധിക്കും. ഇപ്പോൾ എല്ലാവരും ഒരു ടെൻഷൻ്റെ ഒരു സമയത്തോട്ട് കിടക്കുന്ന കാര്യം നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു. അപ്പം അതൊന്ന് റിലാക്സ്, ഇപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാലും ഒരു വെപ്രാളോ ടെൻഷനോ എക്സാം സ്ട്രെസ് കൊണ്ടൊക്കെ നമുക്ക് ഒരു തീരുമാനം മുന്നോട്ട് എടുക്കാൻ പറ്റിയില്ല എന്ന് വരും. അപ്പം അങ്ങനെയുള്ളവർക്ക് എന്താ ഒരു ഗൈഡൻസ് പോലെ പറയാനുള്ളത്? ടെൻഷനെ സംബന്ധിച്ച് നോക്കുമ്പോഴേക്കും ആദ്യമായിട്ട് കുട്ടിയെ ആശ്വസിക്കേണ്ടത്, അത് നമുക്ക് 2 രീതിയിൽ പറയാമല്ലോ. എനിക്ക് 40 ദിവസമേ ഉള്ളൂ, എനിക്ക് 40 ദിവസം ഉണ്ട്. ഇത് തമാശയാണ് എന്ന് നമ്മൾ ചിലപ്പോൾ വിചാരിക്കും. എങ്ങനെ പറഞ്ഞാൽ എന്താ സാറേ, 40 ദിവസം കഴിയുമ്പോൾ പരീക്ഷയല്ലേ എന്ന രീതി ചിന്തിക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം. എൻ്റെ ഒരു സജഷൻ, ഇവിടെ പരീക്ഷ എഴുതുന്ന ഏത് കുട്ടികളും എത്രമാത്രം പഠിക്കാതിരിക്കുന്ന ആളാണെങ്കിലും എത്ര ടെൻഷൻ അടിക്കുന്ന കുട്ടിയാണെങ്കിലും കുട്ടിയോട് ഞാൻ പറയുകയാണ്, നമ്മളൊരു വിജയം എത്തുന്നത് വരെയും അല്ലെങ്കിൽ നമ്മളെ ലക്ഷ്യം നേടുന്നവരെയും നമുക്ക് വേണമെങ്കിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കാം, നെഗറ്റീവായിട്ട് ചിന്തിക്കാം. പോസിറ്റീവായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സ് അതിലേക്ക് ആത്മവിശ്വാസത്തോടെ ഒന്ന് ഒരുങ്ങാൻ തുടങ്ങും. അപ്പോൾ ടെൻഷൻ അവിടെ തന്നെ നമുക്ക് കുറഞ്ഞു. എനിക്ക് 40 ദിവസമുണ്ട്, എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ സമയമുണ്ട് എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിൽ തന്നെ ആദ്യം ഒന്ന് സ്വയം ഒന്ന് നമ്മളെ തന്നെ ഒരുക്കുക. ഇങ്ങനെ സപ്പോർട്ടഡ് ആകാൻ വേണ്ടി വേണമെങ്കിൽ വിജയിച്ച ചില വ്യക്തികളോടൊക്കെ സംസാരിക്കുക, അവർ നല്ല ആശംസകൾ വാങ്ങുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പം നമ്മൾ പറഞ്ഞു കുട്ടികളുടെ അടുത്ത് പോസിറ്റീവായിട്ട് ചിന്തിക്കണം, അപ്പം തന്നെ നമുക്ക് ഒരു കോൺഫിഡൻസ് കൈവരുന്നു. പക്ഷെ പിള്ളേർക്ക് എന്തായാലും മനസ്സിലൊരു ടെൻഷൻ ആയിരിക്കും അല്ലേ? അപ്പം ഈ ചിന്തയുടെ ഒരു ഭാഗം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് എന്താണ് ചെയ്യേണ്ടത്? കുട്ടി സ്വന്തം മുറിയിൽ ആദ്യം തന്നെ ആ മുറി മുതൽ നമുക്ക് നോക്കിയാൽ മുറിയുടെ അറേഞ്ച്മെന്റ്സ് എനിക്ക് പഠിക്കാനും സുഗമമാണ്, സുന്ദരമാണെന്ന് ആദ്യം ഒന്ന് ക്ലിയർ ആക്കുക. പുസ്തകങ്ങളൊക്കെ എനിക്ക് എടുക്കാവുന്ന രീതിയിൽ തന്നെയാണ്. അനാവശ്യമായി എൻ്റെ ശ്രദ്ധ മാറ്റാൻ പറ്റിയ മറ്റു കാര്യങ്ങളൊന്നുമില്ല. വിശ്വാസമോ ധൈര്യമോ പ്രാർത്ഥനയൊക്കെ കൂടുതൽ വരണമെങ്കിൽ എന്തെങ്കിലും മതഗ്രന്ഥങ്ങളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വെച്ച് തുടങ്ങട്ടെ. അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഒരു ബുക്ക് എടുത്ത്, ഞാൻ ഈ പറയുന്ന പോലെ തന്നെ ചെയ്താൽ ഏറ്റവും ഗുണകരമായ ചില കാര്യങ്ങൾ വരുന്നത്, ബുക്ക് എടുത്തിട്ട് വെറുതെ ചിന്തിച്ചാൽ കിട്ടത്തില്ല. ആ ചില കാര്യങ്ങൾ കുട്ടിക്ക് എഴുതാം. ഒന്ന്, ഇപ്രകാരമുള്ള ചില സ്റ്റേറ്റ്മെൻറ്റുകൾ, ഇതിന് പറയുന്ന പോസിറ്റീവ് സജഷൻസ് നമ്മൾ പറയും, ഓട്ടോ സജഷൻസ് ലെവലിൽ കുട്ടിക്ക് ഉപയോഗിക്കാം. രാവിലെയും വൈകുന്നേരവും കൃത്യമായിട്ട് ഒരു നിശ്ചിത സമയത്ത് ശാന്തമായിട്ടൊരു മുറിയിൽ കയറിയിരുന്ന് കണ്ണുകളടച്ച് ആ മുറിയിലെ ഫാനൊക്കെ കറങ്ങുന്നുണ്ട് അതിലെ ശബ്ദത്തിലേക്ക് മാത്രമൊക്കെ ലയിച്ച് മനസ്സൊന്ന് ശാന്തമാക്കിയിട്ട് വേണമെങ്കിൽ ഈ വാക്കുകൾ ആവർത്തിക്കുകയും ചെയ്യാം. ഉദാഹരണത്തിന്, എനിക്ക് ഈ വരുന്ന പരീക്ഷയിൽ എനിക്ക് ഉന്നത വിജയം നേടാൻ സാധിക്കും, പരീക്ഷയിൽ വരുന്ന ഏതൊരു ചോദ്യത്തിനും ഉത്തരം എഴുതുവാൻ സാധിക്കും, അതിൻ്റെ തക്ക രീതിയിൽ ഈ വരുന്ന ദിവസങ്ങളിൽ എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും, എൻ്റെ വീട്ടുകാരും നാട്ടുകാരും അല്ല എൻ്റെ ടീച്ചേഴ്സും എല്ലാം എൻ്റെ വിജയം ആഗ്രഹിക്കുന്നു, അവരുടെ അനുഗ്രഹം എനിക്കുണ്ട്, ഈശ്വരൻ്റെ അനുഗ്രഹം എനിക്കുണ്ട്, എനിക്ക് നല്ല ഓർമ്മശക്തിയുണ്ട്. ഇതുപോലെ മനസ്സിൽ നല്ല പോസിറ്റീവായ എനിക്ക് സാധിക്കും, ഞാൻ മിടുക്കനാണ്, മിടുക്കിയാണ്, ഈ വിജയത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. ഇതേപോലെ ചില കാര്യങ്ങൾ മാനസികമായിട്ട് മനസ്സിൽ വന്നില്ലെങ്കിൽ പോലും ആദ്യം ഒന്ന് എഴുതി തയ്യാറാക്കിയിട്ട് ഒരു ഗുളിക പോലെ തന്നെ നമ്മൾ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഭക്ഷണത്തിന് ശേഷം ഭക്ഷണത്തിന് മുമ്പൊക്കെ ഗുളിക കഴിക്കുന്ന പോലെ തന്നെ മനസ്സിൻ്റെ ഒരു ഗുളിക പോലെ കണ്ണുകൾ അടച്ച് ശാന്തമായിട്ട് ഇവനെ ഉരുവിടുന്നത് നല്ലതാണ്. കണ്ണ് തുറന്നും ഉരുവിടാം, പറഞ്ഞുകൊണ്ട് മുറിയിലൂടെ നടക്കാം, എനിക്ക് പറ്റും, എനിക്ക് സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ തിയറി അനുസരിച്ചിട്ടും മനസ്സിൻ്റെ ശക്തിയുടെ തോട്ട് ലെവലിലുള്ള പവർ അനുസരിച്ചുകൊണ്ട് തന്നെ ഈ കുട്ടിയുടെ മനസ്സ് പേടി പതിയെ മാറുകയും
ഇത് സപ്പോർട്ടഡ് ആവുകയും ചെയ്യും. കൂടാതെ നമുക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ കൗൺസിലിംഗ് സിറ്റുവേഷൻസിൽ പോകുന്നതിൽ ഒട്ടും മടി വിചാരിക്കേണ്ട കാര്യമില്ല. ശ്വാസോച്ഛ്വാസം ബ്രീത്തിങ് എക്സസൈസ് നമുക്ക് ശ്വാസം തീർക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. വളരെ ശ്വാസം നമ്മൾ ഇതേപോലെ തന്നെ ശാന്തമായിരുന്നിട്ട് നമ്മുടെ നോർമൽ ശ്വാസത്തിലൊന്ന് ശ്രദ്ധിക്കുക. ഈ നോർമൽ ശ്വാസത്തിന് ശേഷം ഒരു വളരെ ശാന്തമായിട്ട് ദീർഘമായൊരു ശ്വാസം എടുക്കുക. ശാന്തമായിട്ട് ഹോൾഡ് ചെയ്യുക. വീണ്ടും എടുത്തതിനേക്കാളും സമയം എടുത്തുകൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടുക. വീണ്ടും ഒന്ന് സാവധാനം ഹോൾഡ് ചെയ്യുക. ഇങ്ങനെ ഒരു 3-4 തവണയൊക്കെ ചെയ്ത് മനസ്സിനോട് തന്നെ ഉള്ളിൽ റിലാക്സ് എന്നുള്ള വാക്ക്, അതൊരു ശക്തമായ വാക്കാണ്, ഒന്ന് മന്ത്രിച്ചുകൊണ്ടും ചെറിയ രീതിയിലൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ ഒരു സിമ്പിൾ റിലാക്സേഷൻ കുട്ടിക്ക് കിട്ടും. ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മൾ പറഞ്ഞു വന്ന സംഭവം തന്നെയാണ്, ചിന്തയിൽ പേടി വരുമ്പോഴാണ് പേടി വരുന്നത്, ചിന്തയിൽ ധൈര്യം വരുമ്പോഴാണ് ഞാൻ ധൈര്യവാനാകുന്നത്. ചിന്ത ധൈര്യമുള്ളതാക്കാൻ, പ്രതീക്ഷയുള്ളതാക്കാനും നമ്മൾ ചിന്തകളെ ഒന്ന് ട്രെയിൻ ചെയ്ത് മാറ്റുക എന്നുള്ളതാണ് ഇതിനകത്ത് ചെയ്യാവുന്ന ഒരു ആത്മവിശ്വാസം വർദ്ധിക്കാനും അതോടൊപ്പം ഈ പേടി പോകാനും ഒക്കെയുള്ള ഒരു ജനറൽ ടെക്നിക്ക്. ഇനി തീരെ നിവൃത്തിയില്ലാതെ വന്നാൽ മടി വിചാരിക്കരുത്, ഏതെങ്കിലും ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് കൺസൾട്ടേഷനൊക്കെ പോയി ക്ലിയർ ആക്കിക്കോണം. ഇടവേളയ്ക്ക് ശേഷം മാർക്ക് കുറയുന്നു എന്ന് ഓർത്തിട്ട് നീ ഒളിച്ചോടാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കടുങ്കൈ ചെയ്യാനോ ഒക്കെ ഉള്ള രീതിയിലൊന്നും ആലോചിക്കുക വേണ്ട. എൻ്റെ അച്ഛനും അമ്മയും എന്ത് വിചാരിക്കും. വനിത brought to you by സാറേ, ഈ ആന വാ വിളിക്കുന്നിടത്ത് അണ്ണാൻ വാ വിളിച്ചിട്ട് കാര്യമില്ല, എനിക്ക് പറ്റുന്ന അത്രയല്ലേ പറ്റൂ എന്നൊക്കെ കുട്ടി ചിലപ്പോൾ പറയാറുണ്ട്. ഇവിടെ 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, കുട്ടി പേരൻസിന് അമിതമായ പ്രതീക്ഷ കുട്ടിയുടെ പുറത്തുണ്ടെങ്കിൽ, കുട്ടി അതനുസരിച്ച് ഡെവലപ്പ് ചെയ്യുന്നില്ലെങ്കിൽ, മാർക്ക് വാങ്ങുന്നില്ലെങ്കിൽ, A+ കിട്ടണം എൻ്റെ മകന് എൻ്റെ മകൾക്ക് എന്ന് നിർബന്ധമായിട്ടും വാശി പിടിച്ചതുകൊണ്ട് കിട്ടണമെന്നില്ല. പക്ഷേ ഇവന് A ഗ്രേഡിലേക്കോ അല്ലെങ്കിൽ B+ലേക്കുള്ള ലെവലാണെങ്കിൽ അതിന് താഴോട്ട് പോകാത്ത രീതിയിലേക്ക് ഒരു സപ്പോർട്ട് കൊടുത്തുകൊണ്ട് പേരൻസ് നിൽക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പേരൻസ് അറിഞ്ഞിരിക്കേണ്ടതും ചെയ്യാവുന്നതുമായ ചില തന്ത്രങ്ങളുണ്ട് ഈ പരീക്ഷയുടെ സമയത്ത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, വെറുതെ സംസാരിക്കുകയാണെങ്കിലും പേരൻസ് പറയാം, എനിക്കറിയാൻ പറയാം നിനക്ക് നല്ല മാർക്ക് കിട്ടും, അമ്മ പ്രാർത്ഥിച്ചോ, അല്ല അനുഗ്രഹം ഉണ്ട്, അല്ലെങ്കിൽ നീ കിട്ടിക്കോളും, നീ ഒന്നും ടെൻഷൻ അടിക്കേണ്ട, വിഷമിക്കേണ്ട എന്നുള്ള ലെവലിൽ പ്രചോദനാത്മകമായ കമൻറ്റുകൾ പേരൻസ് നടത്തുന്നത് നല്ലതാണ്. ഇവരുടെ ഒരു ഡയലോഗുകളിലും പ്രതീക്ഷയോടുകൂടി തന്നെ, പ്രത്യാശയോടുകൂടി. എന്നാൽ അഥവാ ഏതെങ്കിലും ഈ മാർക്ക് കുറഞ്ഞാലും മോനെ നിന്നോടുള്ള സ്നേഹമൊന്നും ഞങ്ങൾക്ക് കുറയില്ല, അതോടെ ഞാൻ മാർക്ക് കുറയുന്നു എന്ന് ഓർത്തിട്ട് നീ ഒളിച്ചോടാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കടുങ്കൈ ചെയ്യാനോ ഒക്കെയുള്ള രീതിയിലൊന്നും ആലോചിക്കുക വേണ്ട. എൻ്റെ അച്ഛനും അമ്മയും എന്ത് വിചാരിക്കും, ഞങ്ങളുടെ സ്റ്റാറ്റസ് കുറഞ്ഞു പോകുന്നുള്ള രീതിയിലും ടെൻഷൻ അടിക്കും. പക്ഷേ നിനക്ക് കഴിവുണ്ട്, നിനക്ക് നേടാൻ സാധിക്കും എന്ന രീതിയിലുള്ളൊരു കമൻറ്റുകൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ പ്രഷറും ഷുഗറും ഒക്കെ ലെവലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പേരൻസിനെ ആയിരിക്കും ആ സമയത്ത് നമുക്ക് പിന്നെ കൺസൾട്ട് ചെയ്യേണ്ടി വരിക. ഈ ചില വിഷയങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ അങ്ങനെയൊക്കെ നമ്മൾ എളുപ്പം ഓർക്കാൻ മെമ്മറി ടെക്നിക്സ് പറയാമോ? സാധാരണ ഇത് നമ്മളൊരു സിമ്പിൾ ലെവലിൽ പറഞ്ഞാൽ, ഒരു കുട്ടി ഒരു പാഠഭാഗം പഠിക്കുന്നു, ഇക്വേഷൻസ് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, ആളുടെ കയ്യിൽ ബുക്കുണ്ട്, കയ്യിൽ തൊട്ടടുത്ത് തന്നെ ഒരു സപ്പോർട്ടീവ് നോട്ട്ബുക്കും ഒരു പെന്നും ഉള്ളത് നല്ലതാണ്. ഞാനൊരു പാരഗ്രാഫ് വായിക്കുന്നു, ഈ പാരഗ്രാഫിലെ പ്രധാന കീവേഡ്സ് എനിക്ക് എൻ്റെ ഈ നോട്ട്ബുക്കിലേക്കൂടെ എഴുതാം. ഇതിനെ ലിങ്ക് ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ വിബ്ജിയോർ എന്നൊക്കെ പറഞ്ഞ കോൺസെപ്റ്റുകളൊക്കെ നമ്മൾ അറിയാം എന്ന് പറയുന്നത്, ഓരോ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ ഒക്കെ നമ്മൾ കണക്ട് ചെയ്ത പോലെ ഈ എഴുതുന്ന കീവേഡുകളെ തമ്മിൽ നമുക്കൊന്ന് കണക്ട് ചെയ്തുകൊണ്ട് ഒരു കഥയുടെ രൂപത്തിലോ പദ്യത്തിൻ്റെ രൂപത്തിലോ ചിലപ്പോൾ ചില സിനിമാ താരങ്ങളൊക്കെ ആയിട്ട് കണക്ട് ചെയ്തൊക്കെ ഈ കുട്ടിക്ക് ആലോചിച്ച് അവൻ ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള വിഷയങ്ങളിൽ കണക്ട് ചെയ്ത് ഈ കീവേഡ്സിനെ ഓർത്തിരിക്കാനായിട്ട് പറ്റുന്നതാണ്. പഠിക്കുന്നതിനെ ചെറിയ വാക്കുകളായിട്ട് നോട്ടായിട്ട് എഴുതുന്നു. ഈ നോട്ടായിട്ട് എഴുതുന്നതിനെ പലതവണ ഉരുവിടുന്നു. ചില ഫോർമുലാസൊക്കെ ഉണ്ടെങ്കിൽ കളർ പെൻസിലൊക്കെ ഉപയോഗിച്ച് അല്ലെ കളർ സ്കെച്ച് പെൻസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ഒരു ചെറിയ ചിറ്റിലൊക്കെ എഴുതി, ഒരു ക്യൂ കാർഡ് എന്നൊക്കെ പറയും, ചില കാർഡിലൊക്കെ എഴുതി നമ്മുടെ കയ്യിൽ വേണേൽ കൊണ്ട് നടക്കാം, ആ മുറിയിൽ എവിടെ വേണമെങ്കിലും ഒന്ന് ഒട്ടിച്ച് വെക്കാം, നമ്മുടെ ബുക്കിൽ പുറത്ത് എഴുതി വെക്കാം. പല രീതിയിൽ അത് ഇടയ്ക്കിടയ്ക്ക് കാണാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാം. ഓരോ തവണ കാണുമ്പോഴും ഇതെൻ്റെ മെമ്മറിയിലേക്ക് വീണ്ടും വീണ്ടും എൻഹാൻസ്ഡ് ആവുകയാണ്. പഠനം നടന്നു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ ഇത് അവിടെ ഉണ്ടെന്നറിയാനായിട്ട് ആഴ്ചയിൽ 1 അല്ലെങ്കിൽ 3-4 ദിവസം കഴിയുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കുക. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് റിവ്യൂ. ഇനിയിപ്പം ഭക്ഷണം, ഉറക്കം, ഈ കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇപ്പം പരീക്ഷ സമയമാകുമ്പോൾ എന്തായാലും പേരൻസ് വെള്ളമൊക്കെ എടുത്ത് കാപ്പിയൊക്കെ ചൂടാക്കി കൊടുത്ത് മക്കളുടെ കൂടെ തന്നെ ഇരിക്കണം. പാവം പിള്ളേർക്ക് ഉറങ്ങണം എന്നായിരിക്കും ആഗ്രഹം. അപ്പോൾ എങ്ങനെയായിരിക്കണം? ഫുൾ ടൈം ഈ പഠിത്തം തന്നെ വേണോ, അതോ അവർക്ക് ഉറങ്ങാൻ എത്ര സമയം വേണം? അവരുടെ ഭക്ഷണക്രമം എങ്ങനെ ആയിരിക്കണം? നമ്മൾ ആദ്യം പറഞ്ഞതിൽ നിന്ന് അങ്ങ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് മിനിമം 6 മണിക്കൂർ ഈ പരീക്ഷക്കാലത്ത് കുട്ടി ഉറങ്ങട്ടെ എന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഉറങ്ങട്ടെ. അത് ചിലർക്ക് 8 മണിക്കൂറൊക്കെ ഉറങ്ങിയാൽ ശരിയാവില്ല എന്ന് പറയുന്നതും ആവശ്യമില്ല. 6-6.5 മണിക്കൂർ കുട്ടി ഉറങ്ങുക എന്നുള്ളത് ക്ലിയർ ആക്കിയാൽ പഠിച്ച കാര്യം ബ്രെയിനിലൊന്ന് പ്രോസസ്സ് ചെയ്ത് നമ്മുടെ മനസ്സിലൊന്ന് പതിയണേ പ്രോപ്പർ റെസ്റ്റ് നമുക്ക് വേണ്ടി വരും. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഉറങ്ങട്ടെ. ഇനി ഭക്ഷണ പദാർത്ഥങ്ങൾ വരുമ്പോൾ നമുക്ക് ഒരുപാട് വറുത്തത്, പൊരിച്ചത് ഐറ്റംസും
ടിൻ ഫുഡ്സും ഒക്കെ ഒഴിവാക്കുന്ന പകരം നമുക്ക് കുറച്ചുകൂടെ ബൗദ്ധികമായ ശേഷി വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഇപ്പോൾ ചെറുപയർ, ചെറുതേന, നമുക്ക് രാവിലെ പഠിക്കുന്നതിന് മുമ്പ് മറ്റ് അസ്വസ്ഥകളൊന്നും ഇല്ലെങ്കിൽ ഒരു സ്പൂൺ ചെറുതേനാണ് ഏറ്റവും ബെസ്റ്റ്, അല്ലെങ്കിൽ വൻതേനാണെങ്കിലും ഒന്ന് കഴിച്ച് വെറും വയറ്റിലൊന്ന് കഴിച്ച് അപ്പോഴേക്കും അതൊക്കെ ശ്രദ്ധയെ എൻഹാൻസ് ചെയ്യുന്ന ചില നാടൻ ടെക്നിക്കുകളാണ്. ഒരുപാട് വറുത്തതല്ല, ഉരുളക്കിഴങ്ങ് പോലത്തെ സംഭവങ്ങൾ, സവാള പോലത്തെ എരിവൊക്കെ അടങ്ങിയ മസാല കൂടുതലടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ നമുക്ക് മറ്റ് അസ്വസ്ഥതകൾ ഉണ്ടാക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും നമ്മുടെ മൂഡിനെ ബാധിക്കും, കോൺസെൻട്രേഷനെ ബാധിക്കും. അതുകൊണ്ട് ഏറ്റവും മാന്യമായ രീതി സാധാരണ ഭക്ഷണ പദാർത്ഥങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന ചോറ്, കറികൾ അടക്കമുള്ള സംഭവങ്ങളൊക്കെ കഴിക്കുന്നതും വയറ് നിറച്ച് കഴിക്കാതെ പഠിക്കാതിരിക്കുന്നതും പ്രധാനപ്പെട്ടതാണ്. ഒരു ഹാഫ് എം ടി ആയിട്ട് സ്റ്റൊമക്ക് കിടന്നോട്ടെ. പക്ഷേ വെള്ളം മിനിമം ഒരു 10-12 ഗ്ലാസ്സെങ്കിലും വെള്ളം ഒരു ദിവസം കുടിച്ചിരിക്കണം. ഈ രീതിയിലേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് പോയാൽ മതിയാവും. ഈ പറയേണ്ടത് എക്സാമിന് വേണ്ടി കുട്ടി തയ്യാറെടുത്ത് കഴിഞ്ഞു, നമ്മൾ പറഞ്ഞ സ്ട്രാറ്റജി എല്ലാം അനുസരിച്ച്. അപ്പം ഇനി ഒരു എക്സാം ഹാളിലോട്ട് പോകുമ്പോൾ ആ എക്സാമിന്റെ ദിവസം എന്താണ് ഒരു കുട്ടി ചെയ്യേണ്ടത്? 3 നമുക്ക് ഇതിനെ അങ്ങ് തിരിക്കാം. പരീക്ഷയ്ക്ക് മുമ്പ്, പരീക്ഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, പരീക്ഷയ്ക്ക് ശേഷം. പരീക്ഷയ്ക്ക് മുമ്പുള്ള കാര്യം തലേ ദിവസം തന്നെ നാളത്തെ വിഷയം ഏതാണെന്നൊന്ന് കറക്റ്റ് ഉറപ്പുവരുത്തുക. പ്ലസ് കൊണ്ടുപോകാനുള്ള എല്ലാ സാധന സാമഗ്രികളും എടുത്ത് റെഡിയാക്കി. നമുക്ക് ഓരോന്നൊന്നും പറയേണ്ട കാര്യമില്ല. എല്ലാ സാധന സാമഗ്രി ഇൻക്ലൂഡിങ് ഹാൾ ടിക്കറ്റ്, എല്ലാ സംഭവങ്ങളും റെഡിയാക്കി വെക്കുക. പരീക്ഷാ ഹാളിൽ ആ ഏരിയയിൽ 1.5 മണിക്കൂർ മുമ്പെങ്കിലും എത്തിയിരിക്കണം. അന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചെന്ന് ഉറപ്പുവരുത്തണം. പല കുട്ടികളും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ഓടും, കാരണം അല്ലെങ്കിൽ പെർഫോമൻസ് ഡൗൺ ആവും. കൃത്യമായിട്ട് എത്തുക, അധികം വേർക്കാതെ ബുദ്ധിമുട്ടില്ലാത്ത രീതി പേരൻസൊക്കെ കൊണ്ടുവിടാൻ പറ്റും, ഏറ്റവും നല്ലത്. ഇല്ലെങ്കിലും കുഴപ്പമില്ല, 1.5 മണിക്കൂർ മുമ്പെങ്കിലും അവിടെ ചെല്ലുക. അവിടെ കുറേ ആൾക്കാർ പഠിക്കുന്ന സോൺ ഉണ്ടാവും, ചില ആൾക്കാർ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സോണും ഉണ്ടാവും. അവിടെ ചെന്നിട്ട് ലാസ്റ്റ് മൊമെൻറ്റിൽ എല്ലാം ഒന്നുകൂടി മറിച്ച് നോക്കണം നിർബന്ധമില്ലെങ്കിലും കീവേഡ്സ് ഒക്കെ എഴുതിയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രം ശാന്തമായിട്ട് മറിച്ച് നോക്കാം. ചെറിയ ടെൻഷൻ വെള്ളം തോന്നേണ്ട വരാന്തയിലൂടെയൊക്കെ ഒന്ന് നടക്കാം. മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കാം, ഞാൻ കാത്തിരുന്ന എൻ്റെ എക്സാം ഇതാ എത്താൻ പോകുന്നു, എൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ പോകും. ആ ഒരു രീതിയിൽ പോസിറ്റീവ് തോട്ട്സോട് കൂടി വെറുതെ നടക്കുക. ആരും അറിയണ്ട, ഇങ്ങനെ നടന്നുള്ളൂ. ഏതായാലും പോസിറ്റീവായ ആൾക്കാരുടെ എല്ലാവരെയും നമ്മുടെ കൂട്ടുകാരെയൊക്കെ ഇച്ചിരി പുഞ്ചിരിച്ച് കാണിക്കാം, അവർക്കൊരു വിശ്വാസം കൊടുക്കാം. ഇതെല്ലാം നമ്മളുടെ വിജയം ഉറപ്പുവരുന്ന ചില മെൻ്റൽ ടെക്നിക്സാണ്. ഇങ്ങനെ റെഡിയായി നിന്നിട്ട് അവസാന മൊമെൻറ്റിൽ എല്ലാം കൂടെ കയറി നോക്കരുത്. കാരണം നമ്മളുടെ ഒരു ലാസ്റ്റ് മൊമെൻറ്റ് പഠിച്ച സംഭവങ്ങളെല്ലാം നേരത്തെ പഠിച്ചതിനെല്ലാം ചിലപ്പോൾ തട്ടിക്കളഞ്ഞേക്കാം. നമുക്ക് ലാസ്റ്റ് മൊമെൻറ്റ് വേണ്ടത് ഫൈനൽ റിലാക്സ്ഡ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. വലതുകാലൊക്കെ വെച്ച് ഐശ്വര്യമായിട്ട് വീട്ടിലേക്ക് കയറുമെന്ന് പറയുന്ന പോലെ ആവശ്യമായ സാമഗ്രികൾ എടുത്തു ഉറപ്പുവരുത്തിയിട്ട് പരീക്ഷാ ഹോൾ തുറന്നു വരുന്ന സമയത്തോടു കൂടി ശാന്തമായിട്ട് കയറി അവിടെ ഇരിക്കുക. സ്ഥലത്തൊക്കെ നോക്കി ആ സ്ഥലത്തിരിക്കുമ്പോൾ പോലും മെൻ്റൽ ഇമേജറി നമുക്ക് യൂസ് ചെയ്യാം. ഈ ഏതാനും നിമിഷങ്ങളിൽ ഞാൻ എൻ്റെ വിജയത്തിലേക്ക് അടുക്കുകയാണ്, എല്ലാം എനിക്ക് ഓർക്കാൻ സാധിക്കും, നന്നായിട്ട് പരീക്ഷ എഴുതാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞ് നിന്ന സമയത്ത് ടീച്ചേഴ്സൊക്കെ വരുന്നു, നോർമൽ പ്രോസസ്സൊക്കെ ഉണ്ടാവും, പ്രയറൊക്കെ ഉണ്ടാവും. എല്ലാം കഴിഞ്ഞ് ഇതിലേക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നുണ്ടെങ്കിൽ ചാടി കയറി ക്വസ്റ്റ്യൻ പേപ്പർ മറിച്ച് നോക്കരുത്. ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുക്കുന്നതിന് മുമ്പ് തന്നെ പറയുക, ഇതിലെ ഒരു ചോദ്യത്തിനും എന്നെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല എന്ന ചിന്തയോടുകൂടി മറിച്ച് നോക്കുക. എല്ലാം കൂടി ഒന്ന് റിവ്യൂ ചെയ്ത ശേഷം ഏറ്റവും അറിയാവുന്ന ക്വസ്റ്റ്യൻസിന് ആദ്യം എന്ന രീതിയിൽ ക്വസ്റ്റ്യൻസൊക്കെ ഇട്ട് ഒരു ക്വസ്റ്റ്യൻ പോലും വിട്ടുപോകാതെ ഏറ്റവും അറിയാവുന്ന, ഏറ്റവും കോൺഫിഡൻ്റ് ആയ സംഭവങ്ങൾക്ക് ഈസിയായിട്ട് എഴുതി ആ രീതിയിലേക്ക് അങ്ങ് പോകും. ഏതെങ്കിലും ക്വസ്റ്റ്യൻസിന് അഥവാ നമ്മൾ ആദ്യം നോക്കുമ്പോഴേക്കും ബുദ്ധിമുട്ടാണെന്ന് തോന്നിയാലും അതവിടെ കിടന്നോട്ടെ. അറിയാവുന്ന എഴുതി വന്നുമ്പോൾ ഇടയ്ക്ക് ആ ക്വസ്റ്റ്യനൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിൽ പറയാം, പരീക്ഷ എഴുതുന്നതിന് മുമ്പ് തന്നെ ഇതെനിക്ക് തെളിഞ്ഞ് കിട്ടും, മനസ്സിൽ വീണ്ടും പറയാം. അപ്പോൾ ഓൾറെഡി നമ്മുടെ മനസ്സിൽ ഇതുണ്ട്. ഇവനെ പോസിറ്റീവ് തോട്ട്സ് കൊണ്ട് നമ്മൾ വീണ്ടും ഇവനെ ഉണർത്തിയെടുക്കുകയാണ്. റിട്രീവൽ പ്രോസസ്സാണ് ഇവിടെ നടക്കുക. ഇങ്ങനെ